നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ ഞെട്ടിക്കുന്ന തന്നെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടാകുന്ന പുകിലൊന്നും വളരെ ചെറുതല്ല. ഇത് മലയാള സിനിമയെ നാണം കെടുത്തിയ സംഭവങ്ങൾ വരെ അവസ്ഥയിലേക്ക് വരെ എത്തുന്ന ഒരു കാഴ്ചയിലേക്കാണ് എത്തുന്നത്. യുവനടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ കൊച്ചിയിലെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും സിദ്ദിഖ് ഇപ്പോൾ കൊച്ചിയിലെ വീട്ടിൽ ഇല്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. സിദ്ദിഖ് ഒളിവിൽ ആണോ എന്നുള്ള സംശയവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും അന്വേഷണ സംഘം കേസിലേക്ക് കൂടുതൽ കടക്കുകയാണ്. ഉടൻ അറസ്റ്റ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് കൊണ്ട് ഉടൻ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സിദ്ദിഖിനെതിരെ യുവനടി പീഡന പരാതിയുമായി രംഗത്ത് വന്നത്. ഇതിനു മുന്നേയും യുവനടി സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് പീഡിപ്പിച്ചുവെന്നായിരുന്നു നടിയുടെ പരാതി. ഇത് പ്രകാരം പോലീസ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻസ് 376 ബലാത്സംഗം, അതുപോലെ 506 ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ എന്നിവ പ്രകാരമുള്ള കുറ്റങ്ങൾ സിദ്ദിഖിനെതിരെ ചുമത്തി കേസെടുക്കുകയായിരുന്നു. പല വസ്തുതകളും സിദ്ദിഖ് മറച്ചുവെക്കുകയാണെന്നും ഇരുവരും മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിന് തെളിവുണ്ടെന്നും സർക്കാരിനായി ഹാജരായ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P. നാരായണൻ കോടതിയിൽ വാദിച്ചിരുന്നു. സിനിമയുടെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട തെളിവുകളും ഇരുവരും സംഭവ ദിവസം മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിന്റെയും തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. സാഹചര്യ തെളിവുകൾ സിദ്ദിഖിന് എതിരായിരുന്നു. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. മാത്രമല്ല, നടിയെ പീഡനത്തിന് ശേഷം നടി ആശുപത്രിയിൽ ചികിത്സ തേടി എന്നതിനടക്കമുള്ള തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ കേസ് എത്തി നിൽക്കുന്നത്. എന്തായാലും സിദ്ദിഖ് ഇപ്പോൾ കൊച്ചിയിലെ വീട്ടിലില്ല. ഒളിവിൽ എവിടെയായിരിക്കാം ഇപ്പോൾ സിദ്ദിഖ് എന്നതുള്ളതൊക്കെ ചോദ്യചിഹ്നമായി മാറുകയാണ്. എന്തായാലും അന്വേഷണ സംഘം രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ കേസിൽ കൂടുതൽ വ്യക്തത വരുത്തിയാണ് മുമ്പോട്ട് പോകുന്നത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ താരരാജാക്കന്മാരുടെ തന്നെയാണ് മുഖംമൂടികൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. ക്യാമറയ്ക്ക് പിന്നിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമ ആകെ നാണം കെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.